ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്ന ജൂൺ 17 നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ട്രെയിനിങ് എക്സാം ആയിരുന്നു. ഫയർ എക്സാമിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം. 056/2026 കോഡ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 1921-22 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ധനസമാഹരണത്തിന് തിലക് സ്വരാജ് ഫണ്ട് ആരംഭിച്ചു, ശരിയാണ്. ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണാചാര്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു, അതും ശരിയാണ്. കാശി വിദ്യാപീഠ്, ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലെയുള്ള ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു, അതും ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. റാണി ഗേഡ്ലിയുവിൻ്റെ നേതൃത്വത്തിൽ നാഗാലാൻഡിൽ വിദേശ ശക്തികൾക്കെതിരെ പോരാട്ടങ്ങൾ നടന്നു, അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? കാൺപൂരിൽ നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നാനാ സാഹേബ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ക്യാപ്റ്റൻ ഡിലിനോയിയുടെ സഹകരണത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു, ശരിയാണ്. മൈസൂരിയൻ ഭരണാധികാരികളുടെ ആക്രമണങ്ങൾ തടയുന്നതിനായി നെടുങ്കോട്ട നിർമ്മിച്ചു, അത് തെറ്റാണ്. പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ശരിയാണ്. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു, അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. അമേരിക്കൻ ഐക്യനാടുകളുടെ 3ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്ക ഫ്രാൻസിൽ നിന്നും ലൂസിയാന വിലക്ക് വാങ്ങിയത് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളായിരുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, തോമസ് ജെഫേഴ്സൺ. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യ. ഹിമാലയൻ നദികളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഹിമാനികളുടെ ഉരുകലും മഴയും കാരണം ഇവ സ്ഥിരപ്രവാഹ നദികളാണ്, ശരിയാണ്. ഇവയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ വിശാലമായ പ്രളയ സമതലങ്ങൾ രൂപപ്പെടുന്നു, ശരിയാണ്. ഇവയുടെ നീളം ഉപദ്വീപീയ നദികളേക്കാൾ കുറവാണ്, അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരിയായവ. ജാർഖണ്ഡിലെ ജാരിയ പ്രധാനമായും എന്തിനാണ് പ്രസിദ്ധം? ആൻസർ ഓപ്ഷൻ സി, ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരി. കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്ത് ഖനനം ചെയ്യുന്ന ധാതുക്കളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? മോണോസൈറ്റ് ആണവോർജത്തിനായി ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ പ്രധാന ഉറവിടമാണ്, ശരിയാണ്. സിർക്കോൺ സെറാമിക് ഉൽപ്പന്നങ്ങൾ അതാര്യമാക്കാനും അവയുടെ താപപ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്നു, ശരിയാണ്. റൂട്ടൈൽ പെയിൻറ്റുകളും പിഗ്മെൻറ്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ പ്രധാന ഉറവിടമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 ശരിയാണ്. താഴെ പറയുന്നവയിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹസാരി ബാഗ് പീഠഭൂമി. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. ഇത് മുംബൈയിലെ സൗറിയെ നവി മുംബൈയിലെ നെഹ്വാ ഷേവയുമായി ബന്ധിപ്പിക്കുന്നു. നെക്സ്റ്റ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ആൻസർ ഓപ്ഷൻ സി, ജെയിംസ് കെയ്ൻസ്. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരിയായ ജോഡി? ആദായ നികുതി, കെട്ടിട നികുതി,
വിൽപ്പന നികുതി GST, എക്സൈസ് കസ്റ്റംസ് നികുതി, ഒക്ട്രോയ് ഫീസ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ആദായ നികുതി, കെട്ടിട നികുതി. ഇന്ത്യയിൽ നടപ്പിലാക്കിയ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1956-61. താഴെ നൽകിയവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രവർത്തിക്കുന്നു. വായ്പകളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. വിദേശ വിനിമയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2023 ഏപ്രിൽ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയിലെ നിർദ്ദേശപ്രകാരമാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 3 ലിസ്റ്റുകൾ ഏത് പട്ടികയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 7ാം പട്ടിക. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനയുടെ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ എ 44ാം ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ 15% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ സി 91ാം ഭേദഗതി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി സർക്കാരിയ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാ? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നു. ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏത്? ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിൻ്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതി. ശരിയാണല്ലേ. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴി ലഭ്യമാകുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. സ്നേഹപൂർവം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്നേഹപൂർവം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. സ്വദേശ സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. സ്വദേശ സമ്മാൻ പുരസ്കാരം നേടിയത് ആൻസർ ഓപ്ഷൻ ബി KSFE. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓസോൺ പാളിയുടെ കനം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഡോപ്സൺ ആണ്. ഡോപ്സൺ. ബിറ്റോട്സ് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാന കാരണം? ബിറ്റോട്സ് സ്പോട്ട്. ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ എയുടെ കുറവ്. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ജീവനി. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? ലോസ് ആൻഡ് ഡാമേജ്. ആൻസർ ഓപ്ഷൻ സി കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള നഷ്ടം. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈഗ്രോമീറ്റർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 0. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബ്രഹ്മോസ്. താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? F5626 ആണ് തന്നിരിക്കുന്നത് അല്ലേ. ന്യൂട്രോണിൻ്റെ എണ്ണം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 56-ൽ നിന്നും 26 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? ഓപ്ഷൻ സി ആണ് 30. 298 K താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിൻ്റെ ശരാശരി ഗതികോർജം എന്താണ്?
298 കെൽവിൻ താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രകളെക്കാളും 2 മടങ്ങ് 2 മടങ്ങ് ഭാരമുള്ളതാണെങ്കിൽ ഹീലിയത്തിൻ്റെ ശരാശരി ഗതികോർജം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ തന്മാത്രയുടെ അത്രയും തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാ തീർത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചാണ്? ആൻസർ ഓപ്ഷൻ എ, നിക്കൽ സിൽവർ. കച്ചം എന്നാൽ എന്ത്? കച്ചം എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, പെരുമാറ്റച്ചട്ടം. പ്രാചീന കവിത്രയങ്ങളിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ശബ്ദസുന്ദരൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. 15 ലവ് എന്ന പദം ഏത് കായിക മത്സരത്തിലാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടെന്നീസ്. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ആൻസർ ഓപ്ഷൻ ഡി, ഇറ്റലി മിലാനോ കോർട്ടീന. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? നല്ല ചലച്ചിത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നെക്സ്റ്റ് മാത്സ് ആണ്. 41ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 17. 42ൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 3. 43ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 1.5. 44ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 45ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 46 ഓപ്ഷൻ ബി. 47 ഓപ്ഷൻ ഡി. 48 ഓപ്ഷൻ എ. 49 ബി. 50 എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് സി ഫയറുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. ആൻസർ ഓപ്ഷൻ സി, 1 മാത്രം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇവയെല്ലാം. ജ്വലനത്തിൻ്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിൻ്റെയും ഓക്സിജൻ്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. ഒരു വസ്തു ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. ഒരു വസ്തു ജ്വലന സ്രോതസ്സിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ ഡി, ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഉത്പാദനം എന്ന പ്രക്രിയ ചുവടെ ചേർക്കുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ബി, സോഡിയം ക്ലോറൈഡ്. താഴെ പറയുന്നതിൽ ഏത് അവസ്ഥയിലാണ് സംവഹനം പ്രധാനമായും നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രം. ദ്രവരൂപത്തിലുള്ള അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, UN 1005. മൾട്ടിപർപ്പസ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മോണോ അമോണിയം ഫോസ്ഫേറ്റ്. DCP ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ്. ആൻസർ ഓപ്ഷൻ സി, വിശിഷ്ട താപധാരിത. MSDSൻ്റെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ശ്വാസം സാധാരണ രീതിയിൽ എടുക്കാത്ത പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത്? ആൻസർ ഓപ്ഷൻ സി, തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക. നിലവിലെ AHA മാർഗനിർദ്ദേശപ്രകാരം ഒരു രക്ഷകൻ ചെയ്യുന്ന മുതിർന്നവരുടെ CPRൽ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, 30 നെഞ്ചമർത്തൽ 2 ശ്വാസം. ഹൃദയസ്തംഭനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് AED എന്നാൽ ആൻസർ ഓപ്ഷൻ ബി, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ. ഫ്രൈലിക് മാനുവർ അഥവാ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ത് അടിയന്തരാവസ്ഥയ്ക്കുള്ള ശരിയായ പ്രഥമ ശുശ്രൂഷയാണ്?
ആൻസർ ഓപ്ഷൻ ബി ബോധമുള്ള മുതിർന്ന വ്യക്തിയുടെ ഗുരുതരമായ ശ്വാസതടസ്സം. വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി രോഗിയെ ശാന്തനാക്കി കടിയേറ്റ കൈക്കാലനക്കാതെ വെച്ച് ഉടനെ ആശുപത്രിയിൽ എത്തിക്കുക. മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? ആൻസർ ഓപ്ഷൻ ബി മുന്നോട്ട് കുനിഞ്ഞ് മൂക്കിൻ്റെ മൃദുവായ ഭാഗം 10-15 മിനിറ്റ് പിടിച്ചമർത്തുക. സംസാരിക്കാനോ ചുമയ്ക്കാനോ കഴിയാത്ത ശ്വാസതടസ്സമുള്ള ബോധമുള്ള മുതിർന്ന വ്യക്തി കാണിക്കാൻ സാധ്യതയുള്ള സാർവത്രിക ലക്ഷണം ഏത്? ആൻസർ ഓപ്ഷൻ എ 1-2 കൈകൾ കൊണ്ട് തൊണ്ടയിൽ പിടിക്കുക. എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിന് ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ ഏത്? ആൻസർ ഓപ്ഷൻ സി മുറിവ് അണുവിമുക്തമായ തുണി കൊണ്ട് മൂടി എല്ലിൽ അമർത്താതെ കൈയോർ കാൽ സ്പ്ലിന്റ് ചെയ്യുക. നട്ടലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ത്? ആൻസർ ഓപ്ഷൻ എ തല, കഴുത്ത്, നട്ടെല്ല് എന്നിവ നേരെയാക്കി നിർത്തുക. ജീവന് ഭീഷണിയുണ്ടെങ്കിൽ മാത്രം അനക്കുക. അപസ്മാരം വന്ന വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി പരിക്കുകൾ ഒഴിവാക്കാൻ ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക. ട്രാൻസ്പോർട്ട് വാഹനം അല്ലാത്ത വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ സി മോട്ടോർ കാർ. മോട്ടോർ വാഹന നിയമപ്രകാരം എം കാറ്റഗറി ഏതു തരം വാഹനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ഡി 4 ചക്രയാത്രാ വാഹനങ്ങൾ. ഒരു മോട്ടോർ വാഹന ലൈസൻസ് എടുക്കുന്നതിനുള്ള പരമാവധി പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഒരു മോട്ടോർ വാഹന ലൈസൻസ് പുതുക്കുന്നതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എത്ര വയസ്സ് മുതലാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി 40 വയസ്സ്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി വാഹനത്തിൽ യാത്രക്കാർ ഉള്ളപ്പോൾ ഇന്ധനം നിറയ്ക്കാവുന്നതാണ്. പബ്ലിക് സർവീസ് വെഹിക്കിൾ തരത്തിൽപ്പെടാത്ത വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഗുഡ്സ് കാരേജ്. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫിറ്റ്നസ് കാലാവധി 2 വർഷത്തേക്ക് നൽകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ പുതിയ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ. മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 പ്രകാരം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തു കൂടി മാത്രമേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. റോഡിൻ്റെ ഈ ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ് കാരേജ് വേ. ഏറ്റവും ശരിയായ പ്രവൃത്തി തിരഞ്ഞെടുക്കുക. ഒരു ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിൽ പച്ച ലൈറ്റ് സിഗ്നൽ തെളിയുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി പച്ച ലൈറ്റ് തെളിയുന്ന ദിശയിൽ പോവുക. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹന ഡ്രൈവർ എല്ലായ്പ്പോഴും കയ്യിൽ കരുതേണ്ട രേഖകളാണ്? ആൻസർ ഓപ്ഷൻ എ ലൈസൻസും PUC സർട്ടിഫിക്കറ്റും. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം? ആൻസർ ഓപ്ഷൻ സി യാന്ത്രികോർജ്ജം താപോർജ്ജമായി മാറുന്നു. ബാറ്ററി ഓപ്പറേറ്റഡ് വാഹനങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ആൻസർ ഓപ്ഷൻ ബി എൻജിൻ കൂളിംഗ് സിസ്റ്റം, എൻജിൻ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കാം? ആൻസർ ഓപ്ഷൻ സി വാഹന വേഗത കുറയ്ക്കുക, ഡ്രൈവറുടെ ജാഗ്രത വർദ്ധിപ്പിക്കുക, ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവുക, ബ്രേക്ക് പെഡലിൽ നിങ്ങളുടെ കാൽ വയ്ക്കുക. വാഹനത്തിൽ അന്ധബിന്ദു ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ എ വാഹനത്തിൻ്റെ സൈഡ് മിററുകളിലും റിയർ വ്യൂ മിററിലും പതിയാത്ത ഡ്രൈവർക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയാത്ത സ്ഥലം. ഒരു വാഹനം കെട്ടിവലിക്കുന്നത് സംബന്ധിച്ച് പാടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ഒരു ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിൽ കെട്ടിവലിക്കാം. 6 വരെയുള്ള നാഷണൽ ഹൈവേയിൽ വാഹനത്തിൻ്റെ വേഗത 60 km/മണിക്കൂറായി നിശ്ചയിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വ്യക്തി വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷകൾ? ആൻസർ ഓപ്ഷൻ എ 30,000 രൂപ പിഴയും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യലും 3 വർഷം വരെ തടവ് ശിക്ഷയും. വാഹനത്തിൽ സാധനങ്ങൾ കയറ്റുമ്പോൾ അനുവദനീയമായ അളവിൽ നിന്ന് വാഹനത്തിൻ്റെ പുറത്തേക്ക് സാധനങ്ങൾ തള്ളി നിന്നാൽ ലഭിക്കാവുന്ന പിഴ? ആൻസർ ഓപ്ഷൻ സി 20,000 രൂപ. 2017 മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻ പ്രകാരം പെഡസ്ട്രൽ ക്രോസിംഗിൽ ഡ്രൈവർ പാലിക്കേണ്ട കാര്യങ്ങൾ? ആൻസർ ഓപ്ഷൻ സി വാഹനം പെഡസ്ട്രൽ ക്രോസിംഗിന് മുമ്പായിട്ടുള്ള സ്റ്റോപ്പ് ലൈനിൽ നിർത്തി കാൽനട യാത്രക്കാരെയും വീൽചെയർ ഉപയോഗിക്കുന്നവരെയും കടത്തിവിടണം. 2017 മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവിംഗ് റെഗുലേഷൻ പ്രകാരം റോഡിലെ അടിയന്തര വാഹനങ്ങളുടെ മുൻഗണനാക്രമം?
ആൻസർ ഓപ്ഷൻ ഡി അഗ്നിശമന സേന വാഹനം, ആംബുലൻസ്, പോലീസ് വാഹനം, അടിയന്തര മാനേജ്മെന്റ് സർക്കാർ വാഹനം. ഗുഡ് സമരിറ്റിന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്നാൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അവർക്ക് സൗകര്യപ്രദമായ സമയത്തും സ്ഥലത്തും മാന്യമായ മൊഴി രേഖപ്പെടുത്തുക. ദൃക്സാക്ഷിയാകാൻ തയ്യാറാകുന്ന ഗുഡ് സമരിറ്റിനെ ചോദ്യം ചെയ്യാൻ ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ഉദ്യോഗസ്ഥന്റെ മാതൃഭാഷ. ലൈസൻസ് പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന പ്രത്യേക സാഹചര്യം ഏത്? ആൻസർ ഓപ്ഷൻ എ നിയമലംഘനത്തിന് ശേഷം ഡ്രൈവർ നോട്ടീസ് കൈപ്പറ്റാതെ ഒളിവിൽ പോകുമെന്ന് സംശയം തോന്നിയാൽ. ഒരു വാഹനം ഉദ്യോഗസ്ഥൻ പിടിച്ചെടുക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സാധുവായ പെർമിറ്റോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ പൊതുസ്ഥലത്ത് വാഹനം ഓടിച്ചാൽ. ഫാസ്ടാഗ് പ്രവർത്തിക്കുന്നത് ഏത് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ. സ്വകാര്യ വാഹനങ്ങൾക്ക് അടിക്കാൻ പാടില്ലാത്തതും സൈനിക പ്രതിരോധ വാഹനങ്ങൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുള്ളതുമായ നിറം ഏത്? ആൻസർ ഓപ്ഷൻ സി ഒലീവ് ഗ്രീൻ. എളുപ്പത്തിൽ തീപിടിക്കുന്ന പദാർത്ഥങ്ങളോ സ്ഫോടക വസ്തുക്കളോ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ സൈലൻസറിൽ തീപ്പൊരി പുറത്തു വരാതിരിക്കാൻ ഘടിപ്പിക്കേണ്ട ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്പാർക്ക് അറസ്റ്റർ. മുൻവശത്തെ ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവറുടെ നെഞ്ചിന് പരിക്കേൽക്കാതിരിക്കാൻ ആധുനിക വാഹനങ്ങളിൽ നിർബന്ധമാക്കിയിട്ടുള്ള സ്റ്റിയറിംഗ് സംവിധാനം ഏത്? ആൻസർ ഓപ്ഷൻ സി കൊളാപ്സിബിൾ സ്റ്റിയറിംഗ്. വാണിജ്യ വാഹനങ്ങളിൽ പരമാവധി വേഗത നിയന്ത്രിക്കുന്നതിനായി ഘടിപ്പിക്കേണ്ട നിർബന്ധിത ഉപകരണം ഏത്? ആൻസർ ഓപ്ഷൻ എ സ്പീഡ് ഗവർണർ. ട്രാഫിക് നിയമലംഘനം നടത്തുന്ന വാഹനം തടഞ്ഞു വെക്കാനോ പിടിച്ചെടുക്കാനോ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രത്യേകമായി അധികാരപ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.